ഞങ്ങളാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയത്, ഞങ്ങളാണ് ഭരണഘടന എഴുതിയത് എന്നെല്ലാം നിരന്തരം വീമ്പിളക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സുകാര് പഠിക്കേണ്ട ഒരു കാര്യമാണ് കോൺഗ്രസിന്റെ ചരിത്രം എന്താണ് എന്നുള്ളത്. എന്നിട്ട് ഈ ചോദ്യം ആരോടാ ചോദിക്കുന്നത്? ഈ ചോദ്യം ഇന്നത്തെ BJP-കാരോടും ഇന്നത്തെ CPM-കാരോടും ചോദിക്കും. അന്ന് നിങ്ങളൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തില് എന്താണ് പങ്കുള്ളത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ BJP-യും ഇല്ല, CPM-ഉം ഇല്ല. കേട്ടാൽ സാധാരണക്കാരനെ പൊട്ടനാക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. അതുകൊണ്ട് ഈ ചോദ്യം വളരെയേറെ ഇമ്പോർട്ടന്റ് ആണ്. വളരെക്കൊണ്ട് ഞാൻ പറയാം, ഇന്ന് നമ്മൾ കാണുന്ന CPIM-ന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരും AK ഗോപാലൻ, EMS ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഒരു കാലത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായിരുന്നു. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് AK ഗോപാലൻ എന്ന് പറയുന്ന AKG പൊതുരംഗത്ത് സജീവമായി വരുന്നതും അറസ്റ്റ് വരിക്കപ്പെടുന്നതും വർഷങ്ങളോളം ജയിലിൽ കിടക്കുന്നതും. അതിനുശേഷം അദ്ദേഹം ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു. ഖാദി നൂൽനൂൽപ്പ് കേന്ദ്രങ്ങൾ മലബാറില് വ്യാപകമായി അദ്ദേഹം ആരംഭിക്കുന്നു. സ്വദേശി മൂവ്മെന്റ് അദ്ദേഹം പ്രചരിപ്പിക്കുന്നു. ഇപ്പൊ സ്വദേശി മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പുച്ഛമാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക്. അത് RSSന്റെ എന്തോ തലതിരിഞ്ഞ പരിപാടിയാണെന്നൊക്കെയാണ് പറയുക. AKG അറിയാൻ വയ്യാത്ത കോൺഗ്രസ്സുകാർക്ക്, കമ്മ്യൂണിസ്റ്റുകാർക്കും ഒക്കെ അങ്ങനെ തോന്നും. അപ്പോ AKG ഗ്രാമാന്തരങ്ങളിൽ നടന്ന് വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കാനും സ്വദേശി വാങ്ങാനും ഒക്കെ അന്ന് പ്രേരിപ്പിച്ചിരുന്നു. അങ്ങനെയുള്ള ആ AKG കോൺഗ്രസ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ വ്യക്തമാണ്. അപ്പൊ 140 വർഷത്തെ ചരിത്രം പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസില് 11 വർഷക്കാലം AKG അതിന്റെ നേതൃനിരയിൽ കേരളത്തിൽ ഉണ്ടായിരുന്നു. 11 വർഷക്കാലം ഉണ്ടായിരുന്നു എന്നുള്ളത് കോൺഗ്രസ്സുകാർ മറച്ചു വെച്ചുകൊണ്ടാണ് പറയുന്നത് ഞങ്ങളുടെ 140 വർഷത്തെ ചരിത്രം പാരമ്പര്യം അല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.